എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. ശബ്ദവും പ്രകാശവും എന്നുള്ള നമ്മളെ മൊഡ്യൂളിലെ പ്രകാശം എന്നുള്ള ടോപ്പിക്കിൽ രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. 8ാം ക്ലാസ് സയൻസിലെ 18ാമത്തെ അധ്യായമായ പ്രകാശ പ്രതിപതനം ഗോളീയ ദർപ്പണങ്ങളിൽ എന്നുള്ള ചാപ്റ്ററാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എൻ്റെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. പ്രകാശ പ്രതിപതനം ഗോളീയ ദർപ്പണങ്ങളിൽ 18ാമത്തെ അധ്യായമായ 8ാം ക്ലാസ് സയൻസിൽ. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു എക്സിബിഷൻ ഹാളിൽ വെച്ചിട്ടുള്ള കണ്ണാടികളിൽ നോക്കിയിട്ട് കുട്ടികൾ പറയുന്ന ചില കാര്യങ്ങളാണ്. ഒന്നിൽ നോക്കുമ്പോൾ എന്താണ്, കുട്ടിയുടെ പ്രതിബിംബം വലുതായിട്ട് കാണുന്നുണ്ട്. പെൺകുട്ടി നോക്കുന്നതിലാണെങ്കിലോ ചെറുതായിട്ടും കാണുന്നുണ്ട്. അതാണെന്ത് അവിടെ പറയുന്നത്. സമതല ദർപ്പണങ്ങളിൽ മാത്രമല്ല മിനുസമായ വക്രതലങ്ങളിലും പ്രതിബിംബങ്ങൾ ഉണ്ടാവും. അപ്പോൾ എന്താണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, സമതല ദർപ്പണങ്ങളല്ലാതെ തന്നെ നമുക്ക് പ്രതിബിംബം കാണണമെങ്കിൽ സമതല ദർപ്പണം ആവണം എന്ന് നിർബന്ധമില്ല. മിനുസമായ വക്രതലങ്ങളിലും എന്തുണ്ട്, പ്രതിബിംബം ഉണ്ടാവും. അപ്പം പ്രതിബിംബങ്ങൾ സമതല ദർപ്പണങ്ങളിൽ മാത്രമല്ല മിനുസമായ വക്രതലങ്ങളിലും എന്തുണ്ടാവും, പ്രതിബിംബങ്ങൾ ഉണ്ടാവും. ഇനി നമുക്ക് ഗോളീയ ദർപ്പണങ്ങളെ നോക്കാം. ഗോളീയ ദർപ്പണങ്ങൾ നമ്മൾ മുമ്പ് പഠിച്ചതാണ്, അത് നോക്കാം. പ്രതിപതന തലം ഗോളത്തിൻ്റെ ഭാഗമായി വരുന്ന ദർപ്പണങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗോളീയ ദർപ്പണങ്ങൾ അല്ലെങ്കിൽ സ്പെറിക്കൽ മിറേഴ്സ് എന്ന് പറയുന്നത്. പ്രതിപതന തലം ഗോളത്തിൻ്റെ ഭാഗമായി വരുന്ന ദർപ്പണങ്ങളാണ് ഗോളീയ ദർപ്പണങ്ങൾ. നമുക്ക് പറയാലോ, ഗോളത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് പ്രതിപതന തലം വരുന്നത്. അത്തരം ദർപ്പണങ്ങളെയാണ് നമ്മൾ ഗോളീയ ദർപ്പണങ്ങൾ എന്ന് പറയുന്നത്. പ്രതിപതന തലം അകത്തോട്ട് കുഴിഞ്ഞ ഗോളീയ ദർപ്പണങ്ങളെയാണ് നമ്മൾ കോൺകേവ് ദർപ്പണങ്ങളെന്നും, പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ദർപ്പണങ്ങളെ നമ്മൾ ഗോളീയ കോൺവെക്സ് ദർപ്പണങ്ങളെന്നും പറയും. അപ്പോൾ ഗോളീയ കോൺകേവ് ദർപ്പണങ്ങളും കോൺവെക്സ് ദർപ്പണങ്ങളും ഇതെങ്ങനെയാണ്, പ്രതിപതന തലം എന്ത് ചെയ്യും, അകത്തോട്ട് കുഴിഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ അകത്തോട്ട് കുഴിഞ്ഞ ഗോളീയ ദർപ്പണങ്ങളെ നമ്മൾ എന്താണ് പറയുന്നത്, കോൺകേവ് ദർപ്പണങ്ങൾ എന്ന് പറയും. ഇനി പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ദർപ്പണങ്ങളെ നമ്മൾ എന്താണ് പറയുന്നത്, ഗോളീയ ദർപ്പണങ്ങൾ എന്ന് പറയും. ഗോളീയ ദർപ്പണങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺവെക്സ് ദർപ്പണങ്ങൾ എന്ന് പറയുന്നത്. കോൺകേവ് ദർപ്പണങ്ങളും കോൺവെക്സ് ദർപ്പണങ്ങളും. പ്രതിപതന തലം അകത്തോട്ടാ കൊഴിഞ്ഞതാണെങ്കിൽ എന്താണ്, അത് കോൺകേവ് ആണ്. പുറത്തേക്ക് ഉന്തി നിൽക്കുന്നതാണെങ്കിൽ അത് കോൺവെക്സ് ആണ്. നമ്മളിപ്പോൾ റോഡിൻ്റെ സൈഡിൽ വളവിലൊക്കെ വെക്കുന്ന കണ്ണാടികൾ കണ്ടിട്ടില്ലേ, ആ കണ്ണാടി കോൺവെക്സ് ദർപ്പണമാണ്. കോൺവെക്സ് ദർപ്പണമാണ് എന്ത്, നമ്മൾ വളവുകളിൽ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയെ കാണുന്നതിന് വെക്കുന്ന ദർപ്പണങ്ങൾ എന്താണ്, കോൺവെക്സ് ദർപ്പണത്തിന് ഉദാഹരണമാണ്. അതിൻ്റെ നമുക്കറിയാം പ്രതലം എന്താണ്, പ്രതിപതന തലം അല്ലെങ്കിൽ പ്രതലം പുറത്തേക്ക് ഉന്തിയാണ് നിൽക്കുന്നത്. ഇനി അകത്തേക്ക് തള്ളി നിൽക്കുന്നത്, നമ്മൾ സ്പൂണിൻ്റെ ഉൾഭാഗം എടുത്ത് നോക്കിയാൽ സ്പൂണിൻ്റെ ഉൾഭാഗം നമുക്കറിയാലോ അകത്തേക്ക് കുഴിഞ്ഞാണ് നിൽക്കുന്നത്. അത്തരം ദർപ്പണമാണെന്ത്, കോൺകേവ് ദർപ്പണം. കോൺകേവും കോൺവെക്സും. ഇവിടെ നമുക്ക് നോക്കാം, ഇവിടെ ഗോളീയ ദർപ്പണങ്ങളുടെ ഫോട്ടോസ് തന്നിട്ടുണ്ട്. പ്രതിപതന തലം ഉള്ളിലോട്ടാണെങ്കിൽ അതെന്താണ്, കോൺകേവും, പുറത്തേക്ക് ഉന്തി നിൽക്കുന്നതാണെങ്കിൽ കോൺവെക്സും എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടിയെന്ന് ചെയ്തു. ഇനി വക്രതാ കേന്ദ്രം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗോളീയ ദർപ്പണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില സാങ്കേതിക പദങ്ങളാണ്. ഗോളീയ ദർപ്പണവുമായി ബന്ധപ്പെട്ടുള്ള ചില സാങ്കേതിക പദങ്ങളെക്കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തേതാണിത് വക്രതാ കേന്ദ്രം അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് കർവേച്ചർ. വക്രതാ കേന്ദ്രം അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് കർവേച്ചർ. ഒരു ദർപ്പണം ഏത് ഗോളത്തിൻ്റെ ഭാഗമാണോ ആ ഗോളത്തിൻ്റെ കേന്ദ്രമാണെന്ത്, വക്രതാ കേന്ദ്രം എന്ന് പറയുന്നത്. ഒരു ദർപ്പണം ഏത് ഗോളത്തിൻ്റെ ഭാഗമാണോ ആ ഗോളത്തിൻ്റെ കേന്ദ്രത്തെയാണ് നമ്മൾ വക്രതാ കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇവിടെ നോക്കുക,
ഏത് ഈ ഒരു ദർപ്പണം എന്താണ്, ഏത് ഗോളത്തിൻ്റെ ഭാഗമാണോ ആ ഗോളത്തിൻ്റെ കേന്ദ്രത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വക്രതാ കേന്ദ്രം എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഇത് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വക്രതാ കേന്ദ്രം എന്ന് പറയുന്നത്. ഇനി ഇതാണെങ്കിലോ ഇത് നേരെ തിരിച്ചാണ് വരിക. അപ്പോൾ ഇത് ഏത് ഗോളത്തിൻ്റെ ഭാഗമാണോ ആ ഗോളത്തിൻ്റെ മധ്യഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വക്രതാ കേന്ദ്രം എന്ന് പറയുന്നത്. വക്രതാ കേന്ദ്രം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ദർപ്പണം ഏത് ഗോളത്തിൻ്റെ ഭാഗമാണോ ആ ഗോളത്തിൻ്റെ കേന്ദ്രത്തെയാണ് നമ്മൾ വക്രതാ കേന്ദ്രം എന്ന് പറയുന്നത്. ഇനി വക്രതാ കേന്ദ്രത്തിൽ നിന്ന് ദർപ്പണത്തിലേക്ക് വരക്കുന്ന ഏത് രേഖയെയും നമ്മൾ ദർപ്പണത്തിന് ലംബമായിരിക്കും. നമ്മൾ വക്രതാ കേന്ദ്രം ഏതാണെന്ന് മനസ്സിലായി. അവിടെ നിന്ന് നമ്മൾ ദർപ്പണത്തിലേക്ക് വരക്കുന്ന ഏതൊരു രേഖയും, നമ്മൾ ആ ദർപ്പണത്തിലേക്ക് ഏത് രേഖ വരച്ചാലും അതെന്താണ്, ദർപ്പണത്തിൻ്റെ ലംബമായിരിക്കും. അപ്പോൾ ഈ അവിടുന്ന് ആ വക്രതാ കേന്ദ്രത്തിൽ നിന്ന് ഏത് രേഖ വരച്ചാലും ആ രേഖ എന്താണ്, ആ ദർപ്പണത്തിൻ്റെ ലംബമായിരിക്കും. നമുക്കിവിടെ ചിത്രം നോക്കാം. ഇവിടെ സി എന്നുള്ളതാണ് എന്ത്, വക്രതാ കേന്ദ്രം എന്ന് പറയുന്നത്. ഈ സിയിൽ നിന്ന് നമ്മൾ എയിലേക്കും ബിയിലേക്കും എന്തുണ്ട്, ഓരോ രേഖകൾ വരച്ചിട്ടുണ്ട്. ഇതാണെന്ത്, ലംബം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ സി എ സി ബി എന്നുള്ളത് എന്താണ്, ലംബം ആണ്. ഇനി ഇപ്പുറത്തെ ചിത്രത്തിൻ്റെ ആണെങ്കിൽ സി എ സി ബി എന്നുള്ളത് അതിനെ നമ്മൾ ലംബം എന്ന് പറയും. രണ്ട് ചിത്രത്തിലും സി എ സി ബി എന്നുള്ളതാണ് എന്ത്, ലംബം എന്ന് പറയുന്നത്. വക്രതാ കേന്ദ്രം എന്താണെന്ന് പറഞ്ഞു, അത് സി ആണ്. ഈ വക്രതാ കേന്ദ്രത്തിൽ നിന്ന് ദർപ്പണത്തിലേക്ക് വരക്കുന്ന ഏത് നേർരേഖയും എന്താണ്, ലംബമാണ്. അപ്പോൾ ഇതിൽ നിന്ന് എത്ര നേർരേഖ വരച്ചാലും അതൊക്കെ അതിൻ്റെ ലംബമാണ്. ഇനി അടുത്തതാണ് വക്രതാ ആരം അല്ലെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചർ. ഒരു ദർപ്പണം ഏത് ഗോളത്തിൻ്റെ ഭാഗമാണോ ആ ഗോളത്തിൻ്റെ ആരമാണെന്ത്, ദർപ്പണത്തിൻ്റെ വക്രതാ ആരം അല്ലെങ്കിൽ ആറ് എന്ന് പറയുന്നത്. ഒരു ദർപ്പണം ഏത് ഗോളത്തിൻ്റെ ഭാഗമാണോ ആ ഗോളത്തിൻ്റെ ആരമാണെന്ത്, ദർപ്പണത്തിൻ്റെ വക്രതാ ആരം എന്ന് പറയുന്നത്. വക്രതാ കേന്ദ്രത്തിൽ നിന്ന് ദർപ്പണത്തിൻ്റെ പ്രതിപതന തലത്തിലേക്കുള്ള അകലം വക്രതാ ആരം ആയിരിക്കും. അപ്പോൾ ഇവിടെ വക്രതാ ആരം എന്ന് പറഞ്ഞാൽ ഏതാണ്, സി പി എന്നുള്ളതാണ് എന്ത്, വക്രതാ ആരം. അതുപോലെ സി എ സി ബി എന്നുള്ളതൊക്കെ എന്താണ്, വക്രതാ ആരമാണ്. അപ്പോൾ ഈ ലംബം എന്താണെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇനി അതിൻ്റെ വക്രതാ കേന്ദ്രത്തിൽ നിന്ന് ഗോളത്തിലേക്കുള്ള ആരമാണെന്ത്, ദർപ്പണത്തിൻ്റെ വക്രതാ ആരം എന്ന് പറയും. ഇതിപ്പോൾ ഒരു സർക്കിളാണല്ലോ, ഇതിൻ്റെ മധ്യബിന്ദുവിൽ നിന്ന് ഈ ഗോളത്തിലേക്ക് എവിടേക്ക് വരച്ചാലും അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വക്രതാ ആരം. ഇവിടെ ഉദാഹരണം പറയുകയാണെങ്കിൽ സി പി എന്നുള്ളത്, സി എ എന്നുള്ളത്, സി ബി എന്നുള്ളതൊക്കെ എന്താണ്, വക്രതാ ആരം ആണ്, അല്ലെങ്കിൽ ആറ് എന്ന് പറയും. ഇനി അപ്പർച്ചർ എന്ന് പറയുന്നത് എന്താണ്, അപ്പർച്ചർ എന്ന് പറയുന്നത് ഒരു ദർപ്പണത്തിൻ്റെ പ്രതിപതന തലമാണെന്ത്, അപ്പർച്ചർ എന്ന് പറയുന്നത്. അപ്പർച്ചർ എന്ന് പറയുന്നത് ഒരു ദർപ്പണത്തിൻ്റെ പ്രതിപതന തലമാണ്. ഇപ്പോൾ നമുക്ക് ഈ ചിത്രം നോക്കുകയാണെങ്കിൽ കോൺകേവ് ദർപ്പണത്തിൻ്റെ പ്രതിപതന തലം ഇവിടെ ഈ ചെറിയ ചെറിയ വരകളുള്ള ഈ റൗണ്ടിൻ്റെ ഭാഗത്തുണ്ടല്ലോ, ഈ എ മുതൽ ബി വരെയുള്ള ഈ ഭാഗമുണ്ടല്ലോ, ഈ പീൻ്റെ പുറത്തുള്ള ഇതാണെന്ത്, ഇതിൻ്റെ അപ്പർച്ചർ എന്ന് പറയുന്നത്, പ്രതിപതന തലം. ഇത്രയും ഭാഗത്താണെന്ത്, ഇതിൻ്റെ പ്രതിപതന തലമായിട്ട് വരുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അപ്പർച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കോൺകേവ് ദർപ്പണത്തിലാണെങ്കിൽ അപ്പർച്ചർ ഈ സൈഡിലും, കോൺവെക്സിലാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഉൾഭാഗത്തേക്കായിട്ടാണ് അപ്പർച്ചർ വരിക. അപ്പോൾ ഇതിൻ്റെ പ്രതിപതന തലം എ പി ബി എന്നുള്ള ഈ പോയിൻ്റാണ് എന്ത്, കോൺവെക്സ് ദർപ്പണത്തിൽ ഈ അപ്പർച്ചർ എന്ന് പറയുന്നത്, അപ്പർച്ചർ എന്ന് പറയുന്നത്. അടുത്തതാണെന്ത്, പോള്. ദർപ്പണത്തിൻ്റെ പ്രതിപതന തലത്തിലെ മധ്യബിന്ദുവാണെന്ത്, പോള് എന്ന് പറയുന്നത്. ദർപ്പണത്തിൻ്റെ പ്രതിപതന തലത്തിൻ്റെ മധ്യബിന്ദുവിനെയാണ് നമ്മളെന്ത്, പോള് എന്ന് പറയുന്നത്. ഒരു ദർപ്പണം എടുക്കുകയാണെങ്കിൽ ആ ദർപ്പണത്തിൻ്റെ പ്രതിപതന തലമുണ്ടാവും, അതിലെ മധ്യബിന്ദുവാണെന്ത്, പോള് എന്ന് പറയുന്നത്. നമ്മൾ പറയുകയാണെങ്കിൽ പ്രതിപതന തലം നമ്മൾ പറഞ്ഞു, ഈ പുറത്തേക്കുള്ള ഈ ഒരു തലമാണ് പ്രതിപതന തലം അല്ലെങ്കിൽ അപ്പർച്ചർ എന്ന് പറയുന്നത്. ഇതിൻ്റെ മധ്യബിന്ദുവിനെയാണ് നമ്മൾ പോള് എന്ന് പറയുന്നത്. ഇവിടെ പി എന്ന് കണ്ടല്ലോ, പോള് എന്ന് പറയുന്നത്. ഈ പ്രതിപതന തലത്തിൻ്റെ മധ്യബിന്ദുവിനെ നമ്മളറിയാം, പുറത്തേക്ക് വര ഇങ്ങനെ വന്നിട്ടുള്ളതിൻ്റെ മധ്യബിന്ദു, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോള് എന്ന് പറയുന്നത്.
അടുത്തത് മുഖ്യ അക്ഷം അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസ്. മുഖ്യ അക്ഷം അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസ് വക്രതാ കേന്ദ്രത്തെയും പോളിനെയും ബന്ധിപ്പിച്ച് കടന്നു പോകുന്ന നേർരേഖയാണെന്ത് മുഖ്യ അക്ഷം എന്ന് പറയുന്നത്. വക്രതാ കേന്ദ്രത്തെയും പോളിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന നേർരേഖയാണ് മുഖ്യ അക്ഷം എന്ന് പറയുന്നത്. നമ്മൾ ചിത്രം നോക്കുകയാണെങ്കിൽ ഇവിടെ സി പി എന്നുള്ള ആ ഒരു രേഖയാണെന്ത് മുഖ്യ അക്ഷം എന്ന് പറയുന്നത്. സി എന്നുള്ളത് എന്താണ് വക്രതാ കേന്ദ്രമാണ്. പി എന്നുള്ളത് എന്താണ് പോളാണ്. ഇതിനെ രണ്ടിനെയും ബന്ധിപ്പിച്ച് കടന്നു പോകുന്ന നേർരേഖയാണെന്ത് മുഖ്യ അക്ഷം എന്ന് പറയുന്നത്. നമ്മുടെ ചിത്രത്തിൽ പ്രകാരം പറയുകയാണെങ്കിൽ സി പി എന്നുള്ളത് ഒന്നാമത്തെ ചിത്രത്തിലെ സി പി എന്നുള്ളതും രണ്ടാമത്തെ ചിത്രത്തിലെ പി സി എന്നുള്ളതും ഈ ഒരു രേഖയാണ് നമ്മൾ എന്ത് പറയുന്നത് മുഖ്യ അക്ഷം എന്ന് പറയുന്നത്. ഇനി ഗോളീയ ദർപ്പണത്തിൽ നിന്നുള്ള പ്രതിപതനം എങ്ങനെയായിരിക്കും? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതിൻ്റെ പതനകിരണവും പ്രതിപതന കിരണവും പതന ബിന്ദുവിലൂടെ പ്രതിപതന തലത്തിൽ വരക്കുന്ന ലംബം എന്നിവ ഒരേ തലത്തിൽ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ പതന കോണും പ്രതിപതന കോണും എപ്പോഴും എന്താണ് തുല്യം ആയിരിക്കും. അത് ചെയ്യാനുള്ള പരീക്ഷണമാണ്. അപ്പോൾ എന്താണ് പതന കോണും പ്രതിപതന കോണും എപ്പോഴും തുല്യം ആയിരിക്കും. നമ്മൾ നേരത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തതാണ്. ഗോളീയ ദർപ്പണങ്ങളിൽ എന്താണ് പതന കോണും പ്രതിപതന കോണും തുല്യമാണ്. ഗോളീയ ദർപ്പണങ്ങളിൽ പതന കോണും പ്രതിപതന കോണും എന്താണ് തുല്യം ആണ്. ഇനി ഗോളീയ ദർപ്പണങ്ങളുടെ ഫോക്കസും ഫോക്കസ് ദൂരവും നോക്കാം നമുക്ക്. ഫോക്കസും ഫോക്കസ് ദൂരവും ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ പ്രതിപതനത്തിന് ശേഷം മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്നു. ഈ ബിന്ദുവാണെന്ത് കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എഫ് എന്ന് പറയുന്നത്. ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ പ്രതിപതനത്തിന് ശേഷം മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിലൂടെ കടന്നു പോകും. ഈ ബിന്ദുവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത്. ഇവിടെ ചിത്രം നോക്കുകയാണെങ്കിൽ ഈ പ്രകാശരശ്മികളൊക്കെ എന്തുണ്ട് അവിടെ ചെന്ന് പ്രതിപതിച്ചുകൊണ്ട് എല്ലാം എന്തുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിൻ്റെ ഇടയിൽ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടുന്നുണ്ട്. ഈ ബിന്ദുവിനെയാണ് എന്ത് പറയുന്നത് മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത്. ഈ ഫോക്കസ് ഇവിടെയാണ് എന്ത് പ്രതിബിംബം രൂപപ്പെടുന്നത്. മുഖ്യ ഫോക്കസിലാണ് എപ്പോഴും എന്ത് പ്രതിബിംബം രൂപപ്പെടുന്നത്. കോൺവെക്സ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ് എങ്ങനെ കണ്ടെത്താം? അപ്പോൾ നമ്മൾ കോൺകേവിൻ്റെ കാര്യമാണ് പറഞ്ഞത്. കോൺകേവിൻ്റെ മുഖ്യ ഫോക്കസ് നമ്മൾ പറഞ്ഞത്. ഇനി കോൺകേവിൻ്റെ ആണെങ്കിൽ എന്താണ് അത് കണ്ടെത്താൻ നമുക്ക് ചിത്രം വരയ്ക്കാം. പക്ഷേ കോൺകേവിൻ്റെയിൽ എന്താണ് പ്രതിപതന രശ്മികൾ ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല. അപ്പോൾ എന്താണ് നമ്മളവിടെ ഒരു സാങ്കല്പികമായിട്ട് ഉണ്ടാക്കുന്നതാണ് എന്ത് കോൺവെക്സിൻ്റെ ഇതിൽ നമ്മൾ സാങ്കല്പികമായിട്ടാണ് എന്ത് മുഖ്യ ഫോക്കസ് ഒരു സാങ്കല്പികമായിട്ട് ഇതാണ് എന്ത് മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കോൺകേവിൽ യാഥാർത്ഥ്യവും കോൺവെക്സിൽ മുഖ്യ ഫോക്കസ് എന്നുള്ളത് എന്താണ് മിഥ്യയും ആണ്. നമ്മൾ ഈ ചിത്രം കണ്ടോ, ചിത്രം 18A എന്ന് നോക്കുമ്പോൾ അറിയാം. പ്രതിപതന ശേഷം പ്രകാശരശ്മികളുടെ സഞ്ചാരപാത എപ്രകാരമാണ് തിരിച്ച് പോരുകയാണ്, റിഫ്ലക്റ്റ് ചെയ്തു പോരും. പ്രതിപതന രശ്മികൾ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും കോൺവെക്സ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസിൽ പ്രകാശ കിരണങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്ക്രീനിൽ പതിപ്പിക്കാൻ നമുക്കെന്താണ് സാധ്യമല്ല. ഒരു കോൺവെക്സ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസിൽ പ്രകാശകിരണങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്ക്രീനിൽ പതിപ്പിക്കാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ കോൺവെക്സ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസിനെ മിഥ്യ അല്ലെങ്കിൽ വെർച്വൽ എന്ന് പറയുന്നത്. അപ്പോൾ കോൺവെക്സ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ് എന്താണ് മിഥ്യയാണ് അല്ലെങ്കിൽ വെർച്വൽ എന്ന് പറയുന്നതിന് കാരണം എന്താണ് അതിൻ്റെ മുഖ്യ ഫോക്കസിൽ പ്രകാശകിരണങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്ക്രീനിൽ പതിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ടാണത് മിഥ്യ അല്ലെങ്കിൽ വെർച്വൽ എന്ന് പറയാൻ കാരണം. ചിത്രം നോക്കിയാൽ നമുക്കറിയാം. അപ്പോൾ ഇവിടെ നമ്മളെന്താണ് ഏകദേശരശ്മികളെ സങ്കല്പിച്ചുകൊണ്ടാണ് നമ്മളൊരു മുഖ്യ ഫോക്കസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെന്താണ് വെർച്വലാണ്, മിഥ്യയാണ്, യാഥാർത്ഥ്യം അല്ല. എന്നാൽ കോൺകേവ് ദർപ്പണത്തിൽ എന്താണ് അങ്ങനെ ഒരു ബിന്ദു ഉണ്ട്, അതുകൊണ്ടാണ് അതെന്ത് യഥാർത്ഥമാണ് അല്ലെങ്കിൽ റിയലാണ്.
കോൺവെക്സ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ്. ഒരു കോൺവെക്സ് ദർപ്പണത്തിൻ്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി പതിക്കുന്ന പ്രകാശരശ്മികൾ പ്രതിപതനത്തിന് ശേഷം ദർപ്പണത്തിൻ്റെ ഭാഗത്ത് മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിൽ നിന്ന് വരുന്നത് പോലെ നമുക്കെന്ത് തോന്നും. ഈ ബിന്ദുവാണെന്ത് കോൺവെക്സ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നു. ഒരു കോൺവെക്സ് ദർപ്പണത്തിൻ്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി പതിക്കുന്ന പ്രകാശരശ്മികൾ പ്രതിപതനത്തിന് ശേഷം ദർപ്പണത്തിൻ്റെ ഭാഗത്ത് എന്ത് ചെയ്യും, മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിൽ നിന്ന് വരുന്നത് പോലെ നമുക്ക് തോന്നുന്നു. ഈ ബിന്ദുവിനെയാണ് നമ്മൾ കോൺവെക്സ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത്. അത് മിഥ്യയാണ് എന്ന് നമ്മൾ പറഞ്ഞതാണ്. ചിത്രം നോക്കിയാൽ ഇതാണെന്ത് കോൺവെക്സ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ് അല്ലെങ്കിൽ മിഥ്യ എന്ന് പറയുന്നത്. ഫോക്കസ് ദൂരം അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത്. ഒരു ദർപ്പണത്തിൻ്റെ പോളിൽ നിന്ന് അതിൻ്റെ മുഖ്യ ഫോക്കസിലേക്കുള്ള അകലമാണെന്ത് ഫോക്കസ് ദൂരം എന്ന് പറയുന്നത്. ഒരു ദർപ്പണത്തിൻ്റെ പോളിൽ നിന്ന് അതിൻ്റെ മുഖ്യ ഫോക്കസിലേക്കുള്ള അകലത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോക്കസ് ദൂരം എന്ന് പറയുന്നത്. ഇത് എഫ് എന്നുള്ള അക്ഷരം കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഒരു ദർപ്പണത്തിൻ്റെ നമ്മൾ എന്ത് ചെയ്യുക, പോളിൽ നിന്ന് ഇവിടെ നമുക്ക് എടുത്ത് നോക്കാം. ഈ പോളിൽ നിന്ന് പി എന്നുള്ള ഇവിടെ നിന്ന് ഈ സി എന്നുള്ളത് എന്താണ്, വക്രതാ കേന്ദ്രമാണ്. അതിൻ്റെ ഇടയിലാണ് എന്ത് മുഖ്യ ഫോക്കസ്. അപ്പോൾ ഈ പോളിൽ നിന്ന് മുഖ്യ ഫോക്കസിലേക്ക് വരുന്ന ഈ പി എഫ് എന്ന് കണ്ടോ, ഈ ദൂരത്തെയാണ് നമ്മളെന്ത് ഫോക്കസ് ദൂരം എന്ന് പറയുന്നത്. പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രതിപതന തലത്തിൻ്റെ മധ്യബിന്ദുവാണ് പോള്. ആ മധ്യബിന്ദുവായ പോളിൽ നിന്ന് മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരത്തെയാണ് നമ്മൾ ഫോക്കൽ ദൂരം എന്ന് പറയുന്നത്. ചിത്രത്തിലാണെങ്കിൽ എഫ് പി എന്നുള്ള ആ വര. അപ്പോൾ ഫോക്കസ് ദൂരം എന്താണ്, അതിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ എന്താണ്, എഫ് എന്നാണ്, ഫോക്കൽ ലെങ്ത്. ഇനി പി എഫ് സമം എന്താണ്, എഫ് ആണ്. അത് നമ്മൾ പറഞ്ഞതാണ് ഫോക്കസ് ദൂരം. പോളിൽ നിന്ന് മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരത്തെയാണ് നമ്മൾ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ സൂത്രവാക്യമുണ്ട്. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എഫും ദർപ്പണത്തിൻ്റെ വക്രതാ ആരം ആറും ആയാൽ എന്താണ്, ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എപ്പോഴും ആ ദർപ്പണത്തിൻ്റെ വക്രതാ ആരത്തിൻ്റെ പകുതിയായിരിക്കും. ഇത് പ്രധാന ഒരു സൂത്രവാക്യമാണ്. നമ്മൾ എന്ത് പഠിക്കണം, ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം സമം വക്രതാ ആരം ബൈ 2 എഫ് സമം r/2 എന്നുള്ള ഈ സൂത്രവാക്യം നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഇത് ഒരുപാട് തവണ റിപ്പീറ്റഡ് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. നമ്മൾ എഫ് അല്ലെങ്കിൽ ഫോക്കസ് ദൂരം സമം ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം സമം അതിൻ്റെ വക്രതാ ആരം ബൈ 2 r/2 എന്നായിരിക്കും. അത് വക്രതാ ആരത്തിൻ്റെ പകുതി. പക്ഷേ നമ്മളെന്താണ് r/2 എന്നേ പഠിക്കുക. അപ്പോൾ ഇവിടെ ആകുമ്പോൾ ഇതിൽ നമ്മൾ വക്രത ആരം കാണാൻ അപ്പോൾ എന്തായിരിക്കും സൂത്രവാക്യം, r സമം 2 ഇൻറ്റു എഫ് ഇൻറ്റു 2 ആയിരിക്കും എന്ത് വക്രത ആരം കാണാനുള്ള സമവാക്യം. ഇത് ഒരുപാട് തവണ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. അപ്പോൾ ഇനി അത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം 20 സെൻറ്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക. നമുക്കറിയാം അതിൻ്റെ വക്രതാരം 20 ആണെങ്കിൽ അതിൻ്റെ ഫോക്കസ് ദൂരം എന്ന് പറഞ്ഞാൽ എന്താണ്, വക്രത ആരം ബൈ 2, അതായത് 20/2. അപ്പോൾ എങ്ങനെയാണ് ഉത്തരം 10 ആണ്. ഇപ്പോൾ കോൺവെക്സ് ദർപ്പണത്തിൻ്റെ അല്ലെങ്കിൽ ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരത്തിൻ്റെ പകുതി ആയിരിക്കും അതിൻ്റെ ഫോക്കസ് ദൂരം. അപ്പോൾ വക്രത ആരം 20 ആണെങ്കിൽ 20/2. ഇനി ഒരു ബസ്സിൽ റിയർ വ്യൂ മിറർ ആയി ഉപയോഗിച്ചിരിക്കുന്ന കോൺവെക്സ് ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം 0.6 മീറ്റർ ആണ്. ഇതിൻ്റെ വക്രത ആരം നിർണ്ണയിക്കുക. അപ്പോൾ എങ്ങനെയാണ്, അപ്പോൾ വക്രത ആരം r സമം എന്താണ് 2 ഇൻറ്റു എഫ് ആണ്, 2 ഇൻറ്റു എഫ്, 2 ഇൻറ്റു ഫോക്കസ് ദൂരമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 0.6 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും 1.2 മീറ്ററാണ്. 1.2 മീറ്ററാണ് എന്ത് വക്രത ആരം വരിക. അപ്പോൾ റിയർ വ്യൂ മിറർ എന്നുള്ളത് എന്താണ്, അതൊരു കോൺവെക്സ് ലെൻസാണ്. അപ്പോൾ കോൺവെക്സ് ദർപ്പണമാണ്. വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നത് കോൺവെക്സ് ദർപ്പണമാണ് എന്നുള്ളത് ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് കിട്ടി. അടുത്തത് എന്താണ്, വക്രത ആരം സമം എന്താണ് 2 ഇൻറ്റു ഫോക്കസ് ദൂരം.
ഫോക്കസ് ദൂരത്തിൻ്റെ ഇരട്ടിയാണെന്ത് വക്രത ആരം. നമ്മൾ ഇരട്ടി എന്ന് പഠിക്കണ്ട, 2 × F എന്ന് പഠിച്ചാൽ മതി. F സമം R/2 എന്നുള്ളത് അങ്ങനെ സൂത്രവാക്യമായിട്ട് തന്നെ പഠിക്കാം. ഇരട്ടി പകുതി എന്നൊക്കെ പഠിച്ചാൽ നമുക്ക് പിന്നീട് അത് കൺഫ്യൂഷൻ വരും. അപ്പോൾ ഇങ്ങനെ തന്നെ പഠിച്ചു പോയാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഫോക്കസ് ദൂരം മനസ്സിലായി. ഇനി ഫോക്കസ് തലം അല്ലെങ്കിൽ ഫോക്കൽ പ്ലെയിൻ. ഫോക്കസ് ദൂരം ഫോക്കസ് തലം അല്ലെങ്കിൽ ഫോക്കൽ പ്ലെയിൻ. ദർപ്പണത്തിൻ്റെ മുഖ്യ അക്ഷവുമായി വിവിധ കോണുകൾ ഉണ്ടാക്കുന്ന വിധത്തിൽ വളരെ അകലെ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ പ്രതിപതനത്തിന് ശേഷം വിവിധ ബിന്ദുക്കളിലായി കേന്ദ്രീകരിക്കുന്നു. ഈ ബിന്ദുക്കൾ ചേർന്നുണ്ടാകുന്ന തലം മുഖ്യ അക്ഷത്തിന് ലംബമായിട്ടുള്ളതും മുഖ്യ ഫോക്കസിലൂടെ ഉള്ളതായിരിക്കും. ഈ തലമാണ് എന്ത്, കോൺകേവ് ദർപ്പണത്തിൻ്റെ ഫോക്കസ് തലം എന്ന് പറയുന്നത്. ദർപ്പണത്തിൻ്റെ മുഖ്യ അക്ഷമായി ബന്ധപ്പെട്ട വിവിധ കോണുകൾ ഉണ്ടാക്കുന്ന വിധത്തിൽ വളരെ അകലെ നിന്ന് വരുന്ന പ്രകാശരശ്മികളെ പ്രതിപതനത്തിന് ശേഷം വിവിധ ബിന്ദുക്കളിലായിട്ട് എന്ത് ചെയ്യും, കേന്ദ്രീകരിക്കപ്പെടും. ഈ ബിന്ദുക്കൾ ചേർന്നുകൊണ്ട് ഒരു തലം രൂപപ്പെടും. മുഖ്യ അക്ഷത്തിന് ലംബമായിട്ട് ആണ് എന്ത് ഈ തലം രൂപപ്പെടുന്നത്. മുഖ്യ ഫോക്കസിലൂടെ ആയിരിക്കും ഈ തലം രൂപപ്പെടുന്നത്. ഈ ഒരു തലത്തെയാണ് നമ്മൾ കോൺകേവ് ദർപ്പണത്തിൻ്റെ ഫോക്കസ് തലം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ മുഖ്യ ഫോക്കസ് ഉണ്ടാവും. അപ്പോൾ ഇത് പ്രതിപതന തലത്തിന് അഭിമുഖമായിട്ട് പ്രതിപതനത്തിന് ശേഷം എന്ത് ചെയ്യും, വിവിധ ബിന്ദുക്കളിലായി കേന്ദ്രീകരിക്കും. നമുക്ക് ചിത്രം നോക്കാം. ഇതിലേക്ക് വരുന്ന പ്രകാശരശ്മികൾ എന്ത് ചെയ്യും, പ്രതിപതന തലത്തിന് ശേഷം വിവിധ ബിന്ദുക്കളിലായിട്ട് ഇങ്ങനെ കേന്ദ്രീകരിച്ച് പോകും. ഇങ്ങനെ ഈ ബിന്ദുക്കൾ മുഖ്യ ഫോക്കസിന് ചുറ്റുമുള്ള ഈ ഒരു ബിന്ദുക്കളെയാണ് നമ്മൾ ഫോക്കൽ പ്ലെയിൻ അല്ലെങ്കിൽ ഫോക്കസ് തലം എന്ന് പറയുന്നത്. ഫോക്കസ് തലം എന്ന് പറയുന്നത് ഈ ഒരു മൊത്തം ബിന്ദുക്കളെയും ചേർത്തിട്ടുള്ള ഈ ഒരു ഏരിയയാണ്. ഈ ചിത്രം തന്നെ നോക്കി അത് കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത് തന്നിട്ടില്ലേ, ഈ ഒരു ഭാഗം മുഖ്യ ഫോക്കസിന് ലംബമായിട്ട് വരുന്ന ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോക്കൽ തലം എന്ന് പറയുന്നത്. ഗോളീയ ദർപ്പണങ്ങൾ രൂപീകരിക്കുന്ന പ്രതിബിംബങ്ങൾ എങ്ങനെയെന്നുള്ളതാണ് ഇനി അതിനുള്ള പരീക്ഷണങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ അതെന്താണ്, കുറച്ച് പരീക്ഷണങ്ങൾ ചെയ്യാനാണ് മെഴുതിരി വെച്ചിട്ടുള്ള പരീക്ഷണങ്ങൾ. അതാണ്. അപ്പോൾ ദർപ്പണത്തിന് മുമ്പിൽ ഏത് സ്ഥാനത്ത് സ്ക്രീൻ വെക്കുമ്പോഴാണ് വ്യക്തമായ പ്രതിബിംബം ലഭിക്കുന്നത്, വ്യക്തമായ പ്രതിബിംബം ലഭിച്ചപ്പോൾ സ്ക്രീനിൻ്റെ സ്ഥാനം എവിടെയാണ്, ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ എന്താണ് നമ്മുടെ കണ്ടെത്തലുകൾ എഴുതാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കോളം തന്നിട്ടുണ്ട്. വളരെ അകലെ വെക്കുമ്പോൾ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എന്താണെന്നും സിക്ക് അപ്പുറം വെക്കുമ്പോൾ, സിയിൽ വെക്കുമ്പോൾ, സിക്കും എഫിനും ഇടയിൽ വെക്കുമ്പോൾ, എഫിൽ വെക്കുമ്പോൾ, എഫിനും പിയിൽ വെക്കുമ്പോഴൊക്കെ പ്രതിബിംബത്തിൻ്റെ സ്ഥാനവും പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടെത്താനാണ്. നമ്മൾ പരീക്ഷണങ്ങൾ നടത്തിയിട്ട് ഗോളീയ ദർപ്പണങ്ങൾ രൂപീകരിക്കുന്ന പ്രതിബിംബങ്ങൾ അതിൽ വസ്തുവിൻ്റെ സ്ഥാനം ഓരോ പോയിന്റിൽ വെക്കുമ്പോഴും പ്രതിബിംബത്തിൻ്റെ സ്ഥാനവും പ്രതിബിംബത്തിൻ്റെ സവിശേഷതകളും എന്താണ് തരംതിരിച്ച് പട്ടികയാക്കി എഴുതാനാണ്. അത് പരീക്ഷണം നടത്തിയിട്ട് വിദ്യാർത്ഥികൾക്ക് എഴുതാനുള്ളതാണ്. അതുപോലെ ഗോളീയ ദർപ്പണവുമായി ബന്ധപ്പെട്ട ചില ചിത്രങ്ങളാണ് താഴെ തന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് എന്താണ്, നമ്മൾ ഒരു ബിന്ദുവിൽ നിന്ന് കുറേ പ്രകാശങ്ങളാണ്, ഒരു ബിന്ദുവിൽ നിന്ന് കുറേ പ്രകാശകിരണങ്ങൾ ആരംഭിക്കും. അപ്പോൾ നമ്മളിവിടെ ചിത്രങ്ങളിൽ എന്താണ് 2 പ്രകാശകിരണങ്ങൾ മാത്രം പരിഗണിച്ചു കൊണ്ടുള്ള ചിത്രങ്ങളാണ് താഴെ. ഇത് നമ്മളോട് വരച്ച് പൂർത്തിയാക്കാനാണ്. അവിടെ ദർപ്പണത്തിൻ്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി പതിക്കുന്ന രശ്മികൾ കോൺകേവിൽ എങ്ങനെ കോൺവെക്സിൽ എങ്ങനെ എന്നുള്ളത് അത് പ്രതിപദിക്കുന്നത് എന്നുള്ളത് വരക്കാനാണ്. ഈ ദർപ്പണത്തിന് മുഖ്യ ഫോക്കസിലൂടെ പതിക്കുന്നത്, അതുപോലെ ദർപ്പണത്തിൻ്റെ വക്രതാ കേന്ദ്രത്തിലൂടെ പതിക്കുന്നത്, വക്രതാ കേന്ദ്രത്തെ ദർപ്പണത്തിൽ ലക്ഷ്യമാക്കി ദർപ്പണത്തിൽ പതിക്കുന്നത്, അതുപോലെ പോളിലേക്ക് ചെരിഞ്ഞ് പതിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പ്രതിവർത്തന രശ്മികളുടെ ചിത്രം വരക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടുള്ളത്. ഇനി പതന രശ്മിയുടെ പാത, പ്രതിപതന രശ്മിയുടെ പാത കോൺകേവിലും കോൺവെക്സിലും എങ്ങനെയെന്നുള്ളത് ഓരോന്നും അവിടെ കണ്ടെത്തി എഴുതാനാണ്. അതൊക്കെ വിദ്യാർത്ഥികൾക്കുള്ള വർക്കുകളാണ്. ഇനി ഗോളീയ ദർപ്പണങ്ങൾ രൂപീകരിക്കുന്ന പ്രതിബിംബങ്ങളുടെ രേഖാചിത്രങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് ഗോളീയ ദർപ്പണങ്ങളുടെ പ്രതിബിംബ രൂപീകരണത്തെക്കുറിച്ചാണ് പറയുന്നത്. കോൺകേവ് ദർപ്പണത്തിലെ പ്രതിബിംബ രൂപീകരണം വസ്തു വളരെ അകലെയാണെങ്കിൽ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എപ്പോഴും എന്താണ് മുഖ്യ ഫോക്കസിലായിരിക്കും.
അത് യഥാർത്ഥ പ്രതിബിംബമായിരിക്കും. തല കീഴായതുമായിരിക്കും, വളരെ ചെറിയതുമായിരിക്കും. കോൺകേവ് ദർപ്പണത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ ചിത്രത്തിൽ ഒന്നിൽ കാണുന്നത് പോലെയാണ്. വളരെ അകലെയുള്ള വസ്തുവിൻ്റെ പ്രതിബിംബം എപ്പോഴും മുഖ്യ ഫോക്കസിലായിരിക്കും. അത് യഥാർത്ഥ പ്രതിബിംബമായിരിക്കും, പക്ഷേ അതെന്താണ്, തല കീഴായ പ്രതിബിംബം ആയിരിക്കും. പിന്നെ വളരെ ചെറിയ പ്രതിബിംബവും ആയിരിക്കും. ഇനി വസ്തു സിക്ക് അപ്പുറമാണെങ്കിൽ എങ്ങനെയെന്നുള്ളത് ചിത്രം 18-15 നോക്കിയിട്ട് നമ്മളോട് പറയാനാണ്. അപ്പോൾ അവിടെ പ്രതിബിംബ രൂപീകരണം എവിടെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മളോട് കണ്ടെത്താനാണ്. ഇനി വസ്തു സിക്ക് അപ്പുറം അടുത്തത് വസ്തു സിയിലാണെങ്കിൽ പ്രതിബിംബ രൂപീകരണം എവിടെ ഉണ്ടാകുമെന്നും ഒക്കെ ചിത്രം നോക്കാനാണ്. ഇനി വസ്തു സിക്കും എഫിനും വക്രത ആരത്തിനും ഫോക്കസ് ദൂരത്തിനും മുഖ്യ ഫോക്കസിനും ഇടയിലാണെങ്കിൽ എവിടെ ഉണ്ടാകും, ഇനി മുഖ്യ ഫോക്കസിലാണെങ്കിൽ എവിടെ രൂപീകരണം ഉണ്ടാകും എന്നുള്ളതൊക്കെ അതിൻ്റെ ചിത്രങ്ങളാണ്. 18-20 വരെ ഇതേ ചിത്രങ്ങൾ തന്നെയാണ് ആവർത്തിക്കുന്നത്. ഇനി വസ്തു എഫിനും പോളിനും ഇടയിലാണെങ്കിലോ, എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, മുഖ്യ ഫോക്കസും ഇടയിലാണെങ്കിൽ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എവിടെയാണെന്നും അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെ, ഇങ്ങനെ എല്ലാതിൻ്റെയും കണ്ടെത്തി എഴുതാനാണ്. ഇനി നമ്മൾ കോൺകേവിൻ്റെ പറഞ്ഞു. ഇനി അടുത്തതാണ് എന്ത്, കോൺവെക്സ് ദർപ്പണത്തിലെ പ്രതിബിംബ രൂപീകരണം. കോൺവെക്സ് ദർപ്പണത്തിലെ പ്രതിബിംബ രൂപീകരണം, പ്രതിബിംബത്തിൻ്റെ സ്ഥാനവും അതിൻ്റെ സവിശേഷതകളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബം എപ്പോഴും എന്താണ്, മിഥ്യയും നിവർന്നതും വസ്തുവിനേക്കാൾ ചെറുതുമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൺവെക്സ് ദർപ്പണങ്ങൾ റിയർ വ്യൂ മിററായിട്ട് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന റിയർ വ്യൂ മിറർ ഏതാണ്, കോൺവെക്സ് ദർപ്പണങ്ങളാണ്. അതിൻ്റെ കാരണം എന്താണ്, അതിലെ പ്രതിബിംബം മിഥ്യയായിരിക്കും, അതുപോലെ നിവർന്നതും വസ്തുവിനേക്കാൾ ചെറുതും ആയിരിക്കും. അതുകൊണ്ടാണ് പുറകിൽ വരുന്ന വാഹനങ്ങളൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് റിയർ വ്യൂ മിററായിട്ട് കോൺവെക്സ് ദർപ്പണം ഉപയോഗിക്കുന്നത്. വസ്തുവിൻ്റെ സ്ഥാനം ദർപ്പണത്തിന് മുമ്പിൽ എവിടെയായാലും പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എപ്പോഴും പോളിനും മുഖ്യ ഫോക്കസിനും ഇടയിലായിരിക്കും. അപ്പോൾ നമ്മൾ കോൺവെക്സ് ദർപ്പണത്തിൻ്റെ ഏത് സ്ഥാനത്ത്, എത്ര ദൂരത്തോ അകലത്തോ അടുത്തോ എവിടെ നമ്മൾ വസ്തു വെച്ചാലും അതിൻ്റെ പ്രതിബിംബ രൂപീകരണം എപ്പോഴും മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിലായിരിക്കും. മുഖ്യ ഫോക്കസ് എന്ന് പറഞ്ഞാൽ എഫ് എന്നുള്ള പോയിൻറ്റിനും പോള് എന്ന് പറയുന്ന പി എന്നുള്ള പോയിൻറ്റ്, പ്രതിപതന തലത്തിൻ്റെ മധ്യബിന്ദുവായ പി പോളിന് ഇടയിലായിരിക്കും എന്ത്, ഇതിൻ്റെ പ്രതിബിംബ രൂപീകരണം. ഇനി ഗോളീയ ദർപ്പണങ്ങൾ ഉണ്ടാക്കുന്ന പ്രതിബിംബങ്ങളെക്കുറിച്ച് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മളോട് അതിനെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞത്. യഥാർത്ഥ പ്രതിബിംബം, തലകീഴായത്, മിഥ്യ പ്രതിബിംബം, അങ്ങനെ ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. ഇനി കോൺവെക്സ് ദർപ്പണങ്ങൾ ഉണ്ടാക്കുന്ന മിഥ്യാ പ്രതിബിംബങ്ങളെക്കുറിച്ച് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയല്ലോ എന്ന് ചോദിക്കുകയാണ്. ഈ പ്രതിബിംബങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയായിരിക്കും, കോൺകേവിൻ്റെയും കോൺവെക്സും ഉണ്ടാക്കുന്ന മിഥ്യാ പ്രതിബിംബങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയായിരിക്കും. കോൺകേവ് ദർപ്പണം ഉണ്ടാക്കുന്ന മിഥ്യാ പ്രതിബിംബം എപ്പോഴും വസ്തുവിനേക്കാൾ വലുതായിരിക്കും. എന്നാൽ കോൺവെക്സിലാണെങ്കിൽ മിഥ്യാ പ്രതിബിംബം എപ്പോഴും വസ്തുവിനേക്കാൾ ചെറുതുമായിരിക്കും. കോൺകേവിൽ വലുതും കോൺവെക്സിൽ ചെറുതും ആയിരിക്കും വസ്തുവിനേക്കാൾ. കോൺകേവ് ദർപ്പണം ഉണ്ടാക്കുന്ന മിഥ്യാ പ്രതിബിംബം, രണ്ടും മിഥ്യാ പ്രതിബിംബമാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ മിഥ്യാ പ്രതിബിംബം കോൺകേവിലെപ്പോഴും വസ്തുവിനേക്കാൾ വലുതായിരിക്കും, കോൺവെക്സിലെപ്പോഴും വസ്തുവിനേക്കാൾ ചെറുതും ആയിരിക്കും. അടുത്ത പോയിൻ്റാണെന്ത്, ആവർത്തനം അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ. പ്രതിബിംബത്തിൻ്റെ ഉയരവും വസ്തുവിൻ്റെ ഉയരവും തമ്മിലുള്ള അനുപാതം എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുക. പ്രതിബിംബത്തിൻ്റെ ഉയരം ബൈ വസ്തുവിൻ്റെ ഉയരം h1/ho. ഇതിനും ഇവിടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. കോംവെക്സ് വെച്ചിട്ട് കുറച്ച് ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് അത് ചെയ്യാനാണ്. hi/ho. പ്രതിബിംബത്തിൻ്റെ ഉയരവും വസ്തുവിൻ്റെ ഉയരവും തമ്മിലുള്ള അനുപാതമാണെന്ത്, ആവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആവർത്തനം, പ്രതിബിംബത്തിൻ്റെ ഉയരവും വസ്തുവിൻ്റെ ഉയരവും തമ്മിലുള്ള അനുപാതത്തെയാണ് നമ്മൾ ആവർത്തനം എന്ന് പറയുന്നത്. ഒന്നും കൂടിയും പറയാം, പ്രതിബിംബത്തിൻ്റെ ഉയരവും വസ്തുവിൻ്റെ ഉയരവും തമ്മിലുള്ള അനുപാതമാണെന്ത്, ആവർത്തനം എന്ന് പറയുന്നത്. വസ്തുവിൻ്റെ വലിപ്പത്തിൻ്റെ എത്ര മടങ്ങാണ് പ്രതിബിംബത്തിൻ്റെ വലിപ്പം എന്ന് സൂചിപ്പിക്കുന്ന സംഖ്യയാണെന്ത്, ആവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ആവർത്തനം m = hi/ho.
അപ്പോൾ വസ്തുവിൻ്റെ വലിപ്പത്തിൽ എത്ര മടങ്ങാണ് പ്രതിബിംബം എങ്കിൽ എന്താണ് പ്രതിബിംബത്തിൻ്റെ വലിപ്പം എന്ന് സൂചിപ്പിക്കുന്ന സംഖ്യ മോദിയാണ്. അതാണ് ആവർത്തനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ആവർത്തനം കണക്കാക്കുന്ന സന്ദർഭങ്ങളിൽ മുഖ്യ അക്ഷത്തിന് മുകളിലേക്കുള്ള അളവുകൾ പോസിറ്റീവായും മുഖ്യ അക്ഷത്തിന് താഴേക്കുള്ള അളവുകൾ നെഗറ്റീവായിട്ടും പരിഗണിക്കണം. യൂണിറ്റ് ഇല്ലാത്ത ഒരു ഭൗതിക അളവാണ് ആവർത്തനം. അപ്പോൾ യൂണിറ്റ് ഇല്ലാത്ത ഒരു ഭൗതിക അളവ് ഏതാണെന്ന് ചോദിച്ചാൽ എന്തുവാണ് ഉത്തരം? ആവർത്തനമാണ്. യൂണിറ്റ് ഇല്ലാത്ത ഭൗതിക അളവ് ഏതാണ്? ആവർത്തനമാണ്. ആവർത്തനം കണക്കാക്കുന്ന സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യും? മുഖ്യ അക്ഷത്തിൻ്റെ മുകളിലുള്ള അളവുകൾ പോസിറ്റീവായിട്ടും മുഖ്യ അക്ഷത്തിന് താഴെയുള്ള അളവുകൾ നെഗറ്റീവായിട്ടും എടുക്കണം. പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എടുക്കണം. അതുപോലെ എന്താണ്? യൂണിറ്റ് ഇല്ലാത്തൊരു ഭൗതിക അളവാണ് ആവർത്തനം എന്ന് പറയുന്നത്. ഇനി ഗോളീയ ദർപ്പണങ്ങളുടെ ഉപയോഗങ്ങൾ എന്താണ്? ഗോളീയ ദർപ്പണങ്ങളുടെ ഉപയോഗങ്ങൾ നോക്കാം. അതിൽ ആദ്യത്തേതാണ് എന്ത്? കോൺകേവ് ദർപ്പണങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ ഷേവിംഗ് മിറർ, മേക്കപ്പ് മിറർ, ഡോക്ടറുടെ ഹെഡ് മിറർ, സിനിമ പ്രൊജക്ടറുകൾ. കോൺകേവ് ദർപ്പണങ്ങളുടെ ഉപയോഗങ്ങൾ ഏതൊക്കെയാണ്? ഷേവിംഗ് മിറർ കണ്ണാടി, മേക്കപ്പ് മിറർ മേക്കപ്പ് ചെയ്യുന്ന കണ്ണാടി, ഡോക്ടർമാരുടെ ഹെഡ് മിറർ, സിനിമ പ്രൊജക്ടറുകളിൽ ഇവയൊക്കെയാണ് നമ്മളെന്ത് ആസ്വദിക്കാൻ പോകുന്നത്. കോൺവെക്സ് ദർപ്പണങ്ങളുടെ ഉപയോഗങ്ങൾ. നമ്മൾ കോൺകേവ് ദർപ്പണങ്ങളുടെ ഉപയോഗം പറഞ്ഞു. ഇനി കോൺവെക്സ് ദർപ്പണങ്ങളുടെ ഉപയോഗമാണ്. തെരുവ് വിളക്കുകളിൽ റിഫ്ലക്ടറുകളായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? കോൺവെക്സ് ലെൻസാണ്. തെരുവ് വിളക്കുകളിൽ റിഫ്ലക്ടറുകളായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? കോൺവെക്സ് ലെൻസാണ്. ഡ്രൈവർമാർ കോൺവെക്സ് ദർപ്പണങ്ങൾ ഉപയോഗിക്കുന്നു. ഇവയ്ക്ക് എന്താണ്? സമതല ദർപ്പണത്തേക്കാൾ കൂടുതൽ വീക്ഷണ വിസ്തൃതിയുണ്ട്. തന്മൂലം ഒരു പരിധിവരെ വാഹനാപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്നു. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത അതേ പോയിൻ്റാണ്. അപ്പോൾ കോൺവെക്സ് ദർപ്പണങ്ങളുടെ ഉപയോഗങ്ങളാണെന്ത്? തെരുവ് വിളക്കുകളിൽ റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ പിന്നിൽ നിന്ന് കുത്തി വരുന്ന ഡ്രൈവർമാർക്ക് കോൺവെക്സ് ദർപ്പണങ്ങൾ ഉപയോഗിക്കുന്നു. അതായത് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ കാണുന്നതിനായി ഡ്രൈവർമാർ ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺവെക്സ് ലെൻസ്. നമ്മൾ പറഞ്ഞു റിയർ വ്യൂ മിറർ, കോൺവെക്സ് ലെൻസ്. ഇവയ്ക്ക് എന്തുണ്ട്? കോൺവെക്സ് ദർപ്പണക്ക് സമതല ദർപ്പണങ്ങളെക്കാൾ കൂടുതൽ വീക്ഷണ വിസ്തൃതി ഉണ്ട്. അത് കൂടുതൽ ദൃശ്യങ്ങൾ അതിൽ കാണാൻ കഴിയും. ഇത് മൂലം എന്ത് ഒരു പരിധിവരെയൊക്കെ നമുക്ക് വാഹനാപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. റോഡിലെ കൊടും വളവുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന വലിയ കോൺവെക്സ് ദർപ്പണങ്ങൾ വളവുകൾക്കപ്പുറത്തു നിന്ന് വരുന്ന വാഹനങ്ങളെ കാണാൻ സാധിക്കുന്നതിനാൽ അപകടങ്ങൾ കുറക്കാൻ ഉപകരിക്കുന്നു. നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി കോൺകേവ് ദർപ്പണം സെർച്ച് ലൈറ്റുകളിൽ. കോൺകേവ് ദർപ്പണം അല്ലെങ്കിൽ പാരാബോളിക് ദർപ്പണങ്ങൾ സെർച്ച് ലൈറ്റുകളിലാണ് ഉപയോഗിക്കുന്നു. ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസിൽ വെച്ചിരിക്കുന്ന പ്രകാശ സ്രോതസ്സിൽ നിന്നുള്ള പ്രകാശകിരണങ്ങൾ പ്രതിപതനത്തിനു ശേഷം സമാന്തരമായി ദീർഘദൂരം സഞ്ചരിക്കും. വിദൂര വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കുന്നതിനാൽ രാത്രികാലങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങളിലും പ്രകൃതി ദുരന്തങ്ങളിലും പരിക്കേറ്റവരെ എളുപ്പത്തിൽ കണ്ടെത്താൻ ഇത്തരം സെർച്ച് ലൈറ്റുകൾ എന്ത് ചെയ്തു? പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.